മൂന്ന് പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ. എല്ലായിടത്തും വേദന, ജോയിന്റുകൾക്കൊക്കെ വേദന. പള്ളിയിൽ പോയിട്ട് കസേരയിലായിരുന്നു നിസ്കരിക്കണം, സുജൂദ് ചെയ്യാൻ വയ്യ ഉസ്താദേ അല്ലേ. അല്ലാഹുവേ, നെഞ്ച് വിരിച്ച് നടന്ന മനുഷ്യനായി ഇപ്പൊ ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി. ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നും നിന്നാ വഴുതു പറയണേ, ഇന്നിരുന്ന് കാലിനൊക്കെ വല്ലാത്ത വേദന. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളിൽ 98% ആൾക്കാർക്കും ഈ പറഞ്ഞ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ട്. നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നന്നാകാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കും. ചില ചെറുപ്പക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിരിക്കണം, മൂന്നും ഇല്ല ഉസ്താദ്, എനിക്ക് മൂന്നും ഇല്ല. മോനെ, ചിലപ്പോ ഇത് മൂന്നും വേണ്ടടാ, ഒറ്റയടിക്ക് പൊക്കളയും. ചിലപ്പോ ഈ മൂന്നും വേണ്ട, മുടിയും നിരക്കണ്ട, രോഗവും വേണ്ട, വേദനയും വേണ്ട. രാവിലെ വാപ്പാനോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയതാ, വെട്ടിക്കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങും പോകാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത പരലോകമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പിറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കയ്യും കണ്ണും കാലുമല്ല നമുക്കെതിരായി സാക്ഷി പറയുന്ന ദിവസമുണ്ടല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങാൻ എനിക്ക് വല്ലാത്ത മോഹമുണ്ട് നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. ഒന്ന് റബിയ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള എളുപ്പവഴിയിൽ ഒന്നാമത്തെ വഴി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, സംസാരിച്ചാൽ കള്ളം പറയാൻ പാടില്ല. ഉസ്താദെ, കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റും, വ്യഭിചരിക്കരുതെന്ന് പറയാൻ പറ്റും, പലിശ തിന്നരുതെന്ന് പറയാൻ, പക്ഷെ കള്ളം പറയാതിരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയില്ല. ഇന്നത്തെ ദിവസം എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാകും? ഇന്നത്തെ ദിവസം അത് ചിലര് ഫാഷനായി മാറി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കള്ളം പറയുന്നത് നിസ്സാരമായി മാറി. അത് ചെറിയ തെറ്റല്ല, അത് ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വാപ്പ സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ, എന്തിനാ ഉപ്പാ കരയുന്നത്? എന്തിനാ ഉപ്പാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഫാത്തിമ, ഇന്നലെ നരകം കണ്ടു മോളെ, ഇന്നലെ നരകം കണ്ട മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ കണ്ടു. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാ ഫാത്തിമ. അവരുടെ തല പന്നിയുടെ തല പോലെയാ, അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ. അവര് നരകത്തിൽ കിടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ വാപ്പാ, ആരാ വാപ്പാ? പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ഈ വൃത്തികെട്ടവരാരാണ്? അവർക്ക് ഈ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്താണ്? അവരെന്ത് തെറ്റേ ചെയ്തതെന്ന് ചോദിക്കുന്നു.